ഈ ഓട്ടം നേരെ അടുക്കളയിലേക്കാണ് കേട്ടോ. ചോറ് വെക്കാൻ പോവുകയാണ്. സാധാരണ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങൾക്ക് ചോറ് അടുപ്പിൽ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അതിന് ശേഷം നമുക്കിന്ന് സീഡി മീനാണ് കിട്ടിയത്. അങ്ങനെ അതും കഴുകി വൃത്തിയാക്കി വെച്ചു. മീൻകറി തേങ്ങ അരച്ച് വെച്ചാലോ എന്ന് ആലോചിച്ച് അങ്ങനെ തേങ്ങയൊക്കെ പൊട്ടിച്ചു, തേങ്ങ വെള്ളമൊക്കെ കുടിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ തേങ്ങ പൊട്ടിക്കുമ്പോൾ തേങ്ങ വെള്ളം കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ആർക്കും ഇഷ്ടമല്ലാത്തത്. അങ്ങനെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ തിരുമ്മി വെച്ചു. അപ്പോഴാണ് ആലോചിച്ചത് ഇന്നത്തെ മീൻകറി നമുക്ക് മുരിങ്ങയ്ക്ക മാങ്ങ ഇട്ട് വെച്ചാലോ എന്ന്. അങ്ങനെ മാങ്ങ ഇല്ലായിരുന്നു. അതുകൊണ്ട് നേരെ പറമ്പിലേക്ക് പോയി ഒരു മാങ്ങയൊക്കെ അടത്തിക്കൊണ്ട് വന്നു. അതൊക്കെ ചെത്തി വൃത്തിയാക്കി വെച്ചു. എന്നിട്ട് നമ്മുടെ മീൻകറിലോട്ട് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും മാങ്ങയും മുരിങ്ങയ്ക്കയും ആവശ്യത്തിന് ഉപ്പും എല്ലാം ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ അടുപ്പിലോട്ടങ്ങ് വെച്ചു. അപ്പോഴാണ് നമ്മുടെ കുട്ടി പട്ടാളങ്ങൾ ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റ് അടുക്കളയിലോട്ട് വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കറണ്ട് പോയി. അപ്പോൾ രണ്ടുപേരും അടുക്കളയിലോട്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് രണ്ടുപേരും അങ്ങോട്ടേക്ക് തന്നെ പറഞ്ഞു വിട്ടു. പിന്നെ കറണ്ട് വന്നതിന് ശേഷമാണ് ബാക്കി എൻ്റെ പരിപാടികൾ നടത്തിയത്. ഞാൻ പിന്നെ ചീര തോരൻ വെച്ച് ചീരയൊക്കെ കുനുകുനാന്നരിഞ്ഞ് അടുപ്പിലോട്ട് വെച്ച് അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പീരയൊക്കെ ഇട്ട് വെച്ചു. പിന്നെ അതിന് ശേഷം മോര് കാച്ചി, പിന്നെ കുട്ടികൾക്കുള്ള മീൻ വറുത്തു, പിന്നെ അഴുക്കായി കിടന്ന പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുക്കളയെല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഇന്നൊരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിരുന്നു. ഒരു ഹെയർ പാക്ക് ചെയ്താലോ എന്ന് വെച്ച്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് പേരയിലയും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കറ്റാർവാഴ, തൈര് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ച് തലയിലൊക്കെ ഒന്ന് വെച്ച് ഒരു ഹെയർ പാക്ക് പോലെ തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് അങ്ങനെ 10 മിനിറ്റ് ഹെയർ പാക്ക് തലയിൽ വെച്ചതിന് ശേഷം ഞാൻ പോയി കുളിച്ച് കുട്ടികൾക്കൊക്കെ ചോറുണ്ട് കൊടുത്തതിന് ശേഷം ഞാനും ചോറ് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ചോറ് കഴിക്കാനായിട്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ദേവ എങ്ങനെ വന്ന് എന്തൊക്കെയോ വന്ന് കുശലം ചോദിക്കുകയാണ്. അപ്പോൾ അയാൾക്കും വേണമെന്ന് ചോദിച്ചു. പക്ഷേ ഓൾറെഡി അവർക്ക് കൊടുത്തോണ്ട് അവന് വേണ്ടായിരുന്നു. എങ്കിലും നിർബന്ധിച്ച് ഒരു ഉരുളയൊക്കെ വെച്ച് കൊടുത്ത് വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും കൊടുത്ത്. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ ഉച്ചയാണ്. അപ്പം എല്ലാവർക്കും ബായ്.